വളരെ ഗുരുതരമായ പ്രശ്നം അത് മാത്രമല്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഗാനം എഴുതുകയാണെങ്കിൽ എന്തുകൊണ്ട് ഗാനം പൂർണ്ണമാക്കി എഴുതാൻ കഴിഞ്ഞില്ല? ഇവിടെ സഖാക്കളുടെ പേരിൽ മാത്രമാണോ ഈ ആരോപണം എഴുതാൻ പറ്റുക? ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യമായി സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചുകൊണ്ടുപോയി അതുകൊണ്ട് ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി ഇടിപ്പിച്ചത് ആരെയാണ്? സോണിയാഗാന്ധിയല്ലേ? പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പൊട്ടിക്ക് എല്ലാ വഴിയും വെച്ചു കൊടുത്തത് CPM മുതിർന്ന നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന പത്മകുമാർ തന്നെയാണ്. അല്ല, അതിനു മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കി ഡൽഹിയിൽ പോയി കേരളത്തിലെ നമ്മുടെ പാർലമെന്റ് MPയുടെയും നമ്മുടെ UDF കൺവീനറുടെയും നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി സോണിയാഗാന്ധിക്ക് ഈ ശബരിമല മോഷ്ടിച്ച സ്വർണം കൊണ്ട് വളയുണ്ടാക്കിയിട്ടില്ലേ, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടില്ലേ? അതെന്തുകൊണ്ട് പാർട്ടിയിൽ ഉൾപ്പെടുത്തിയില്ല? അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്താമായിരുന്നല്ലോ കോൺഗ്രസ്സുകാർക്ക്. എന്തിനാ മറച്ചു വെച്ച്? യാഥാർത്ഥ്യമല്ലേ? സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നമ്മുടെ മാധ്യമങ്ങളിലും എല്ലാം ഇന്ന് സോണിയാഗാന്ധിക്ക് വളയിട്ടുകൊണ്ടിരിക്കുന്ന പടം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്തുകൊണ്ടത് മറച്ചു വെച്ചു? അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട അതുകൂടി ഈ പാരഡിയിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താമായിരുന്നു.